ടീച്ചർ അങ്ങോട്ട് സംസാരിച്ച് നിർത്തിയതും അവളുടെ പപ്പ ടപ്പേന്ന് പറഞ്ഞിട്ട് ചാടി എണീച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. ഓ മാസായിരുന്നു അമ്മ, മാസ്. എന്തുവായിരുന്നു? എന്തോ പറഞ്ഞു? എന്തൊക്കെ ഇംഗ്ലീഷിൽ ചാറ പറ പറ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞതിൽ ഏകദേശം ഒക്കെ ഒരു പിടിയെ കിട്ടിയോളൂ. എന്തൊക്കെ കൊച്ചങ്ങ് നാണം കെട്ടുപോയി കാണുമല്ലേ? എന്തിനു നാണം കിടന്ന്? അവളുടെ പപ്പ വന്നിട്ടേ ടീച്ചർമാരല്ലേ ഇംഗ്ലീഷിൽ 2 വർത്താനം പറഞ്ഞേ. അപ്പൊ ഒരു ഗുമ്മല്ലേ, നാണം കിടന്ന്. എടി ആ കൊച്ചു ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത് കണ്ടുപിടിച്ച ടീച്ചേഴ്സ് അല്ലേ അച്ഛനോട് വരാൻ പറഞ്ഞത്? അമ്മ അങ്ങനെയല്ല സംഭവം. ഇവള് ക്ലാസ് കട്ട് ചെയ്ത് പോയതേ ടീച്ചർമാർ അറിഞ്ഞിട്ടില്ല. ടീച്ചർമാര് ഇവളെന്തോ വയറുവേദന എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് മുങ്ങിയത്. ടീച്ചേഴ്സിന് അറിഞ്ഞൂടല്ലോ സിനിമയ്ക്കാണ് പോയത്. പിന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? ഇവളുടെ പപ്പയാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ആ കാര്യം. അതിന് ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവള് വയറുവേദന പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടല്ലേ സിനിമയ്ക്ക് പോയത്. അതിന് അവരെടുത്ത് മെക്കിട്ട് കയറിയിട്ട് എന്ത് കാര്യം? അതെ എടി അങ്ങനെയല്ല. ഈ അങ്കിള് വന്ന് പറഞ്ഞെന്ന് വെച്ചാ ഒരു കുട്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും ടീച്ചർമാർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന്. കാരണം ടീച്ചർമാര് കൊച്ചിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴേക്കും പാരന്റ്സിനെ അറിയിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് പറയേ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വന്നിട്ട് പോയാൽ മതി എന്ന് പറയേ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് പപ്പ ചോദിച്ചത്. അത് അങ്ങനെ തന്നെ വേണം. അതാണ് സംഭവം. എന്നാലും കിടിലായിരുന്നു കേട്ടോ കാണാൻ. അല്ല ഈ കൊച്ചെന്നിട്ട് ഒന്നും പറഞ്ഞൊന്നില്ലേ? സോറി ഒന്നും പറഞ്ഞില്ലേ? അത് അവള് സോറി പറഞ്ഞാൽ എന്ത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ചില്ലേ? ഇല്ല എന്തായാലും തെറ്റ് ചെയ്യാനുള്ള എന്റെ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നാണം കിട്ടില്ലേ മൊത്തത്തിൽ സ്കൂളിന്റെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ഒക്കെ? അത് ശരിയാ. ഞാൻ ആലോചിക്കുന്നതേ ഞാൻ വല്ല ഇങ്ങനെ പോരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അച്ഛൻ വന്നിട്ട് ഫ്രണ്ട്സിന്റെയും ടീച്ചേഴ്സിന്റെയും മുമ്പിൽ എന്നെ നാണം കെടുത്തും വർത്താനമൊക്കെ പറഞ്ഞു. അമ്മ വല്ലോ ആയിരിക്കണം എപ്പ എന്റെ കർണ അടിച്ച് പൊട്ടിച്ചെന്ന് പോയി. ഉറപ്പല്ലേ? അതിലൊരിതും ഇല്ല. തെറ്റാര് ചെയ്താലും അതിനുള്ള ശിക്ഷ കിട്ടണം അല്ലേ? ഈ കേസിലാണെങ്കിൽ കൊച്ചു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. 2 ഭാഗവും തെറ്റാണ്. ഞാനിപ്പോ ആലോചിക്കുന്നതേ നമ്മളെ പ്രേമത്തിലെ രഞ്ജിത്ത് പണിക്കറുണ്ടല്ലോ, അങ്ങയുടെ ആ 5 ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇപ്പൊ ആ കൊച്ചിന്റെ അച്ഛൻ വന്ന് അടിച്ചിട്ട് പോയത്. പക്ഷെ നമ്മുടെ അച്ഛൻ വല്ലതും ആയിരിക്കണം. അവിടെ വന്ന് മോങ്ങി ആ സീൻ കോളമാക്കിയാണ്. അത് ശരിയാണ്. അതിനെ പറ്റി ഞാനും ആലോചിക്കാൻ കേട്ടോ. അല്ലമ്മ അച്ഛന് ദേഷ്യപ്പെടാതെന്ന് പറഞ്ഞൂടെ? ചെടിക്കിടക്ക് കിടന്ന് ചാടാറുണ്ടല്ലോ, അതൊക്കെ പോരെ? അങ്ങനെ കിടന്ന് ചാടനല്ല. നമ്മൾ 3 പേര് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമ്പോ അച്ഛൻ ചുമ്മാ കിടന്ന് ഇങ്ങനെ പറയുന്നില്ലേ. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴേക്കും അച്ഛൻ ദേഷ്യപ്പെട്ടു വരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മളെ 3 പേരുടെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിൽ അത് ഓർത്തിരുന്ന് കരയും അച്ഛൻ. അത് ശരിയാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ചെറിയ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഭയങ്കര വിഷമമാണ്. മനസ്സുകൊണ്ട് ഇങ്ങനെ അയ്യോ ഞാൻ അങ്ങനെ പെരുമാറിയല്ലോ എന്ന് ആലോചിച്ചിരുന്ന് വേണമെങ്കിൽ 2-3 ദിവസം വിഷമിച്ചോണ്ടിരിക്കും. അമ്മ അച്ഛൻ എന്തിങ്ങനെ? എടി അച്ഛൻ പണ്ടേ ഇങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചേ അച്ഛൻ നാട്ടുകാരെ മുന്നിൽ നല്ല പിള്ളയാവാൻ വേണ്ടി അഭിനയിക്കുന്നതാണെന്ന്. കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് സ്ഥായി ഭാവമാണെന്ന്. എന്ത് വന്നാലും നോ റിയാക്ഷൻ എന്നുള്ളത്. അല്ല അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടണോന്ന്? അയ്യോ ദേഷ്യപ്പെടണമെന്നൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയാണ്. അപ്പൊ ഒരു വീട്ടില് 2 ദേഷ്യക്കാരുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ഞാൻ ദേഷ്യമുണ്ട്, അച്ഛൻ കൂളായിട്ട് ഇരിക്കണുണ്ട്, വലിയ സീനില്ലാതെ പോകും. അല്ലായിരുന്നെങ്കിൽ കുടുംബ സമാധാനം എപ്പൊ തകർന്നെന്ന് ചോദിച്ചാ പോരെ? അത് ശരിയാ. അച്ഛൻ ഭയങ്കര കൂളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മറ്റേ ബ്രോഡാഡിയിലെ ലാലേട്ടനെ കണക്ക്. അതുകൊണ്ട് തന്നെ അച്ഛനടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്ത് പറയാൻ അങ്ങനെ ഒരു മടിയോ കാര്യങ്ങളൊന്നും നമുക്കില്ല അല്ലേ. ഞാനിത് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്ന് പറയും. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം. അവരൊക്കെ ആണെങ്കിൽ അവരുടെ അച്ഛനെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മ വഴിയാണ് കാര്യം സാധിച്ചെടുക്കണേ. അങ്ങനെയൊക്കെയാ. അച്ഛൻ ഭയങ്കര കൂളാണെങ്കിൽ എനിക്ക് പേടിയാണ്. ഇടേ അച്ഛൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ആവുന്ന വരെ എനിക്ക് ഒരു സമാധാനം കിട്ടൂല. ചേച്ചി അങ്ങനെ എന്താന്നറിയോ, നമുക്ക് ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ അച്ഛൻ്റെ അടുത്തുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് അത് അല്ലേ. അച്ഛനമ്മമാരോട് ബഹുമാനത്തോടു കൂടിയുള്ള പേടി ആവശ്യമാണ്. ഇല്ലായിരുന്നെങ്കിൽ മക്കൾ അച്ഛനമ്മമാരറിയാതെ എന്തൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ചു വയ്ക്കും. ഇപ്പൊ തന്നെ മറ്റേ കൊച്ചിന്റെ കാര്യം അറിഞ്ഞില്ലേ? അതെ, ആ പേടിയില്ലാത്തോണ്ടാണ്. ശരിയാ. ഈ അച്ഛനെ ദേഷ്യം വരുന്ന ഞാൻ പറഞ്ഞില്ലേ അഭിനയിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ കുറെ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ദേഷ്യപ്പെടണേ ഇല്ല, പല പല വിഷയങ്ങൾ ഉണ്ടായിട്ട് ഒന്നും അച്ഛൻ മൈൻഡ് ചെയ്യണില്ല. എന്നാ പിന്നെ ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു പണി ഒപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴേ കമ്മലും മാലയൊക്കെ ഇട്ട് നിറച്ച് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് പോണ ഒരു രീതിയായിരുന്നു പണ്ട്. പുതുമോടി എല്ലാം കാണിക്കണമല്ലോ ആൾക്കാരെ. അപ്പൊ അതേപോലെ ഇട്ടുകൊണ്ടൊക്കെ പോയി. ഞാൻ എന്ത് ചെയ്യുന്ന അമ്മയുടെ കാലൊരു കൊലുസുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള കൊലുസാണേ. 2 കൊലുസും കൂടെ ചേർത്ത് 6 പവൻ വരും. ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇതിലെ കൊലുസിനെ എന്റെ ബാഗ് ഇട്ടിരുന്നു. എന്നിട്ട് പകുതി വഴി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ്
അയ്യോ എന്റെ കൊലുസ് കാണാതെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ എടുത്തു. ഇപ്പൊ കിട്ടുന്നു ഞാൻ വിചാരിച്ചോണ്ടിരുന്നു. എവിടെ എന്നെ ആശ്വസിപ്പിക്കണം. പോട്ട് നമുക്ക് കൊലുസ് വേറെ വാങ്ങിച്ചു തരാൻ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു വിട്ടു. എന്തായാലും അങ്ങനെ മനസ്സിലായി അത് അച്ഛന്റെ സ്ഥായി ഭാവമാണ്. അത് അംഗീകരിച്ചു തുടങ്ങി. അല്ല അമ്മ, അമ്മയ്ക്ക് കലിപ്പന്റെ കാന്താരി ആവാനല്ലായിരുന്നു ഇഷ്ടം? കലിപ്പന്റെ കാന്താരി പക്ഷേ ഇച്ചിരി ദേഷ്യമുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ അച്ഛൻ ആ കൂടെ എന്റെ അടുത്ത് ഇത്തിരി ചൂടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിയിൽ ഉപ്പില്ലെന്നോ അല്ലെങ്കിൽ അയൺ ചെയ്തപ്പോ അല്ലെങ്കിൽ അലക്കിയപ്പം അഴുക്ക് പോയില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ടുള്ള കാര്യം വരുമ്പോൾ ഒന്നും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമൊക്കെ ആയില്ലേ, അച്ഛൻ എന്താണെന്ന് അമ്മയ്ക്കിപ്പം നന്നായിട്ട് അറിയാം. അങ്ങനെ അങ്ങ് പോന്നു. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പണി നടക്കൂല, ഞാനങ്ങ് പോട്ടെ. ചേച്ചി, അമ്മ പറഞ്ഞതിൽ എന്തോ വിഷമമുള്ളതുപോലെ തോന്നിയില്ലേ? എന്ത് വിഷമം? അതെ, അമ്മ അച്ഛനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ അച്ഛൻ അമ്മയെ മനസ്സിലാക്കി കാണും. പിന്നെ അച്ഛൻ മനസ്സിലാക്കാതെ നന്നായിട്ട് മനസ്സിലാക്കി കാണും. ഇത്രയും വർഷം കൂടെ ജീവിക്കല്ലേ? അല്ല, അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ എടുത്ത് വന്ന് ദേഷ്യപ്പെടണ്ടേ? എന്തിന്? അങ്ങനല്ല, അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ ഇച്ചിരി ദേഷ്യമുള്ള ഭർത്താവിനെ. അപ്പൊ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്തൂടെ ഇങ്ങനെ ദേഷ്യപ്പെടണമല്ലേ? എടി, ഒരാളുടെ ബേസിക് ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റും. ബേസിക് ക്യാരക്ടർ മാറ്റണമെന്നല്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലേ ഒന്ന് അഭിനയിച്ചെങ്കിലും ഒന്ന് അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട്. എടി, ഇപ്പൊ നല്ല സമാധാനമുണ്ട്. വെറുതെ എന്തിനാണ് അത് ഇല്ലാതാക്കണേ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട്. ഞാനൊരു കാര്യം പറട്ടാ. എന്ത്? നമുക്ക് അച്ഛൻ്റെ അടുത്തൊന്ന് പറഞ്ഞുതരാം. എന്തോന്നു? അമ്മയ്ക്ക് ഇതുപോലെ ദേഷ്യമുള്ള ഭർത്താവിന് ഇഷ്ടമാണ്, അപ്പൊ അച്ഛൻ്റെ അടുത്തൊന്ന് ദേഷ്യപ്പെടാൻ പറഞ്ഞുതരാം. അത് വേണോ? വേണം. എന്നാലും നീ ഒരു കാര്യം പറഞ്ഞല്ലേ, ഞാൻ കേട്ടില്ലെന്ന് വേണ്ട, പറയാം. ഓക്കെ, വാ. അച്ഛാ, അച്ഛാ, മോളെ പറ. അച്ഛാ, എന്താടാ? അച്ഛാ മതി, അച്ഛാ ജോലി മതി അച്ഛാ. മോളെ, അച്ഛനെ ഈ ഫയൽ അർജന്റ് ആയിട്ട് അയക്കാനുള്ളതാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോന്ന് വെച്ചാ? അച്ഛാ അച്ഛാ പ്ലീസ് അച്ഛാ, മതി മതി മതി, നമ്മളിത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. എന്താ പെങ്കി കുട്ടാ, അച്ഛൻ ഈ പണിയൊന്നും തീർത്തോട്ടെ മോളെ. അച്ഛാ, എന്തടാ എന്തടാ അച്ഛാ? അച്ഛൻ ഇത് അർജന്റ് ആയിട്ട് പണി ചെയ്തോണ്ടിരിക്കുകയായിരുന്നല്ലോ. ആ, അപ്പൊ അച്ഛൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇവിടെ വന്ന് ശല്യം ചെയ്യുമ്പോ എന്ത് പ്രതികരിക്കണം? അച്ഛൻ ദേഷ്യപ്പെടണം. ദേഷ്യപ്പെടണം? ദേഷ്യപ്പെടണോ? എന്ത് മോളെ? ദിവാടി പോവാ. ഇവിടെ മക്കൾ എന്ത് പറയാൻ വന്ന പറ. അച്ഛാ, അച്ഛൻ ചെയ്തോണ്ടിരുന്ന വർക്ക് അർജന്റ് ആണ്. ഞങ്ങൾ ചുമ്മാ വന്ന് ഇങ്ങനെ ചൊറിയുമ്പോ അച്ഛൻ ദേഷ്യപ്പെടണം എന്നുള്ളതാണ്. സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെയാണ്. ഇത് അച്ഛൻ ഒരുമാതിരി ഭയങ്കര റിലാക്സ് ചെയ്തിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾ അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അച്ഛാ, ചെറിയ തെറ്റാണെങ്കിൽ വലിയ തെറ്റാണെങ്കിൽ തെറ്റല്ലേ അച്ഛാ? അതാണ്. അപ്പൊ പിന്നെ അച്ഛൻ ഇങ്ങനെ കൂളായിട്ട് സംസാരിച്ചാ ദേഷ്യപ്പെടണ്ടേ? ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ കാര്യം? അങ്ങനെ തോന്നാൻ കാരണം അച്ഛന് ദേഷ്യപ്പെടുന്നതാണ് ഇവിടെ ചിലർക്ക് ഇഷ്ടം അല്ലേ? അതെ. ആർക്ക്? അമ്മയ്ക്ക്. അമ്മയ്ക്കാ? മണി അങ്ങനെ പറഞ്ഞ? അതെ അച്ഛാ, അമ്മയ്ക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കലിപ്പന്റെ കാന്താരി ആവണോന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മ അങ്ങനെ പറഞ്ഞോ? ആ, പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ റഫ് ആൻഡ് ടഫ് ആയിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം. അച്ഛൻ ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പൊ ഞാനിങ്ങനെ പെരുമാറിയില്ലേ, അപ്പൊ അച്ഛൻ പറയണം, എന്ത് പിങ്കി നിനക്ക് കാണാനൂടെ, ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ, നീ ഒന്ന് ചുമ്മാ എന്നെ വന്ന് ശല്യപ്പെടുത്തണേ, അങ്ങനെ ചോദിക്കാം. മനസ്സിലായോ? ആണോ? അല്ല, ഞാൻ വിചാരിച്ചതേ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനൊന്ന് ഒതുങ്ങുകയാണെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ, കുടുംബകലഹമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ കൂളായിരിക്കുന്നത്. അച്ഛാ, അച്ഛന് ദേഷ്യം വരികയാണെങ്കിൽ അത് പുറത്ത് കാണിക്കണം, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. അതെ, പൊട്ടിത്തെറിക്കണം. നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? അച്ഛൻ ഒന്ന് ദേഷ്യപ്പെടണം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, ഇന്ന് വരെ ഉള്ള എല്ലാം വിട്ടേക്ക്. ഇനി മുതൽ ഞാൻ ദേഷ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കും വിഷമം ഉണ്ടാവുന്നു. ഇനി മുതൽ ഞാൻ ദേഷ്യപ്പെടും. പിന്നെ അച്ഛാ, ഒരു കാര്യം,
ഞങ്ങളാണ് ഇവിടെ വന്ന് പറഞ്ഞെന്ന് അമ്മ അറിയണ്ട. അമ്മയ്ക്ക് വെറുതെ വിഷമാക്കണ്ട. ഞാൻ ദേഷ്യപ്പെടാം. അച്ഛൻ കണ്ടറിഞ്ഞ് അങ്ങ് ചെയ്താൽ മതി. പക്ഷെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അച്ഛൻ അഭിനയിച്ച് കുളമാക്കണ്ട. അതൊരു നാച്ചുറാലിറ്റി വരില്ല. അതുകൊണ്ട് അച്ഛൻ ജീവിച്ചാൽ മതി. കാരണം ഓക്കെ റെഡിയല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. എന്നാലും മണി ഇത്രയും നാളായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നതാണ് അവൾക്ക് ഇഷ്ടമൊന്നും. അവളുടെ ഇഷ്ടം ഒന്ന് കാണിച്ചു കൊടുക്കാം. അവളെ ഇഷ്ടപ്പെടുത്താ ഞാൻ. രവിയുടെ ദേഷ്യം അവൾ കണ്ടിട്ടില്ല. മണി നോക്ക്, പൈപ്പ് തുറന്ന് നടക്കുന്നു. എന്നും മാത്രം വെള്ളമാണ് പാഴായി പോണേ. നീ കണ്ടില്ലേ ഇതൊന്നും? അതെ, കടുക് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് കടുക് കരിയണേ കറിവേപ്പില കൊണ്ടിടാൻ വേണ്ടി സ്പീഡ് ചെയ്തപ്പോഴത്തേക്ക് പൈപ്പ് ഓഫേ മറന്നുപോയി. അത്രേ ഉള്ളൂ. അശ്രദ്ധ കാണിച്ചിരുന്ന് ന്യായീകരിക്കില്ലേ മണി? ഈ പാഴായി പോണ വെള്ളമൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ? ആണോ? അല്ല, ഇത് കരിഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വന്നല്ലേ. കരിഞ്ഞു പോന്നു. ഈ അടുത്ത കാലത്താണ് നിനക്ക് കുറച്ച് അശ്രദ്ധ കൂടുതലാണ്. അത് കണ്ടാണ് പിള്ളേർ പഠിക്കുന്നത്. എന്താണ് വാട്ടർ ചാർജ് എത്രയാണെന്ന് അറിയുമ്പോൾ നിനക്ക് കരിയുന്നു. ചെയ്. കലക്കലടി കിട്ടില്ല. പൊന്നോ, നരസിംഹത്തിലെ ലാലേട്ടന്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടായിരുന്നു. തകർത്ത്. നിനക്ക് അങ്ങനെ തോന്നി? എനിക്ക് കാക്കക്കുയിലെ മുകേഷിനെ പോലെയാണ് തോന്നി. എന്നാലും അമ്മ ഒന്ന് ഞെട്ടി കേട്ടോ. അമ്മ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇങ്ങനെ അച്ഛൻ പെരുമാറുമെന്ന്. നന്നായിട്ടൊന്നും ഭയന്നിട്ടുണ്ട്. അല്ല, അമ്മയ്ക്ക് സന്തോഷായില്ല. ഡീ, അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു. ദൈവമേ, കലിപ്പെന്ന് പറഞ്ഞാ അതിന്റെ മോസ്റ്റ് ഹൈ പെർഫോമൻസ്. ഞാൻ അച്ഛനെ ഒട്ടും പ്രതീക്ഷിച്ചല്ലേ. അച്ഛന്റെ ശരീരത്തിനൊത്തുള്ള സ്വഭാവം അച്ഛൻ ഇപ്പോഴാണ് കിട്ടിയത്. അതെ. ഓ, ചുമ്മാ അച്ഛാണ്. പത്രമാണെന്ന് എനിക്കറിയാം. എത്ര ദിവസം ഇവിടെ കിടന്നു? അത് അമ്മ എടുത്ത് വെക്കാൻ മറന്നു. അമ്മ എടുത്ത് വെക്കാൻ പറഞ്ഞു. പോത്ത് പോലെ രണ്ടെണ്ണം നിനക്കൊന്നും എടുത്തു വെച്ചൂടെ? എടുത്തു വെച്ചാ കയ്യിലെ വള ഊരി പോവും. വള ഒരു പോലെ. അതെന്താ വളയില്ല? തമാശ പറയുന്നോ? പുറം പൊളിച്ചോളാം ഞാൻ കേട്ടോ. എടുക്കണി വെച്ചോളാം. എടുത്തു വെച്ചോണം. ഇതുപോലെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അടിക്ക് പറക്കി വെച്ചോണം. പറഞ്ഞേട്ടോ? എന്തോ ദേഷ്യോടിയത്? അച്ഛൻ ഇത്രയൊക്കെ ദേഷ്യപ്പെടാൻ പറ്റുമോ? ചേച്ചി, ഒരു 5 സെക്കൻഡ് കൂടെ കഴിഞ്ഞ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. എന്റെ കൈയും കാലൊക്കെ വിറക്കായിരുന്നു. അതറിയോ? എനിക്കെന്നറിയാം. ദൈവമേ, എടീ, കൂട്ടിൽ ഉറങ്ങി കിടന്നൊരു സിംഹമായിരുന്നടി അത്. ദൈവമേ, ആ സിംഹത്തിനെ ഉണർത്തി വിട്ടിട്ട് നമുക്ക് എന്നെ പണിയാവുന്നാണ് തോന്നുന്നത്. ആവോ ആവോ? എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായല്ലോ. എനിക്കത് മതി. അമ്മയ്ക്ക് സന്തോഷമായി കാണും. അതെ, ഈ പത്രമൊക്കെ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ആ സിംഹം കടിച്ചു കീറും. മണി വന്ന് ഇവിടെ ഒരുത്തർക്കും ഒരു ഉത്തരവാദിത്തമില്ല. മണി, നീ ഇവിടെ വന്നേ. ഇതെന്തോന്ന് മണി കാരണം കറങ്ങുന്നത്? ഫാന്. ഇതെങ്ങനെ അനാവശ്യമായിട്ട് കറങ്ങുന്നത് എന്തിനാണെന്ന്? എന്തുമാത്രം കറണ്ട് ആവും? ഇത് അനാവശ്യമായിട്ട് കറങ്ങണല്ലോ, ഞാൻ ഓൺ ചെയ്തല്ലേ. തറ തുടച്ചിട്ടേ ഉണങ്ങാൻ വേണ്ടിട്ട് ഫാൻ ഇട്ടു. തറ തുടച്ചിട്ട് 2 മണിക്കൂറായി. അത്രയും നേരം ഇത് കറങ്ങിക്കൊണ്ടിരിക്കാണ് അല്ലേ? അല്ല, എത്ര കറണ്ടായാലും എന്ത്, ഇവിടെ എല്ലാത്തിനും ബില്ലടയ്ക്കാൻ ഞാൻ ഒരുത്തുണ്ടല്ലോ. രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഈ ഫാൻ ഓഫ് ചെയ്യാൻ ഞാൻ തന്നെ പറഞ്ഞ നിർബന്ധമുണ്ടോ? ഇവിടെ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഫ് ചെയ്തൂടെ? എല്ലായിടത്തും എന്റെ കയ്യിൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണേ. മണി, നീ തെറ്റായിട്ട് ന്യായീകരിക്കല്. തെറ്റ് നിന്റെ ഭാഗത്താണ്.
എന്റെ ഭഗവാനെ, ഒരു ഫാൻ ഇട്ടിട്ട് ഓഫ് ചെയ്തില്ല, അതാണോ ഇത്ര വലിയ തെറ്റ്? അത് തെറ്റല്ലേ? അത് തെറ്റ് തന്നെയാണ്. ഇവിടെ എന്ത് പ്രശ്നം അമ്മ? മക്കളെ, ഒരു ആവശ്യമില്ലാതെ രാവിലെ തൊട്ട് ബാധ കയറിയതുപോലെ കിടന്ന് തുള്ളാണ്. ഒരാവശ്യമില്ലാതെ എടി പൈപ്പ് അടയ്ക്കണം, വെള്ളം പാഴാക്കരുത്, കറണ്ട് കളയരുതെന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് വെറും നിസ്സാരം, അനാവശ്യം. പൈസ ചെലവാക്കാൻ ഞാനേ ഇതൊക്കെയല്ലേ ചെയ്തുള്ളൂ. ഞാൻ കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ. പറച്ചിലേട്ട തോന്നുന്നോ കൊലപാതകം ചെയ്താണെന്ന്? എനിക്ക് കൊലപാതകവും ഇതൊക്കെ ഒരേ കുറ്റം തന്നെയാണ്. എന്റെ മുമ്പിൽ അങ്ങനെ തന്നെയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ കാര്യമായി കൊണ്ട് കേസ് കൊടുക്കും. മണി, നീ വാക്ക് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ, അല്ലെങ്കിൽ നീ അടി മേടിക്കും കേട്ടോ. എന്താ പറഞ്ഞപ്പോ? അല്ലെങ്കിൽ അടിച്ച് കരണം പൊട്ടിക്കും. എന്താ പറഞ്ഞേ? അടിക്കണല്ലേ? നിങ്ങൾക്ക് എന്നെ അടിക്കണല്ലേ? കൈവിട്. ഇതുകൊള്ളല്ല. നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടിച്ചാൽ നിനക്ക് കുറ്റം. ഈ സ്വഭാവം കൊള്ളില്ല കേട്ടോ. ഇങ്ങനെയെങ്കിൽ അടിച്ച് നീ പൊട്ടിച്ചേ, ഞാൻ പറഞ്ഞേക്കാം. മാനം കൊണ്ട് 4 മണിക്കൂറും ഭർത്താവും കൊച്ചെന്നും പറഞ്ഞ് നടക്കുന്ന എനിക്ക് എപ്പോഴും ഇത് തന്നെ. ചേച്ചി, ചെറുതായിരുന്നു പണി പാളിയെന്നൊരു സംശയം. ചെറുതായിട്ടല്ലടി, വലിയ രീതിയിൽ തന്നെ പണി പാടി. ഇനി എന്ത് ചെയ്യും? ആ എടി, നീ പോ. നീ നീയല്ലേ ഇവിടുത്തെ മൂത്തമോള്, നീ പോ. എനിക്ക് വയ്യ, എന്നെ എന്തെങ്കിലും പറയും. ഓടിയോട്ട് അച്ഛാ, അതെ, അച്ഛൻ ദേഷ്യത്തിലാണോ? ദേഷ്യത്തിലൊന്നുമല്ല. അല്ല മക്കളെ, അവൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ പണിക്ക്? അതിപ്പം അച്ഛൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അങ്ങനെ അമ്മ ഭയങ്കര സങ്കടത്തിലാണ്, അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. കരയണ എന്തിന്? അച്ഛൻ പറഞ്ഞത് കുറച്ച് ഓവറായി പോയി അച്ഛാ. അത് നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ദേഷ്യപ്പെടാണ് ഇഷ്ടം. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇത്ര വേണ്ടായിരുന്നു. അല്ല, ഞാൻ ദേഷ്യപ്പെടുമ്പോ അവൾക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോ ഞാനും അങ്ങ് വിചാരിച്ചു. ഓ എന്റെ അച്ഛൻ അടിക്കാനൊക്കെ ഓങ്ങിയില്ലേ, അതെന്തിനായിരുന്നു? അത് പിന്നെ ഞാൻ ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞ. ഞാൻ ഇന്നുവരെ അടിച്ചിട്ടുണ്ടോ? ഞാൻ അടിക്കൂ? അടിക്കൂലെന്നാലും എന്തായാലും അമ്മ നല്ല സങ്കടത്തിലാണ്. അച്ഛാ, ഇങ്ങനെ പോവാണെങ്കിൽ ഡിവോഴ്സ് ചെന്നേ അവസാനിക്കുള്ളൂ. ഡിവോഴ്സാ? ആ, അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറയണെന്തിന്? അമ്മയുടെ ഭാവം കണ്ടാ അറിയാം. എന്തായാലും അതിലോട്ടാണ് പോകുന്നത്. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ആലോചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ് തണുപ്പിക്കാൻ നോക്ക്. ഞാൻ എന്ത് പറയാ ഇപ്പൊ? ദേഷ്യം ഒരു കാര്യം ചെയ്യ്, നിങ്ങളും കൂടെ വാ. ഞങ്ങളോ? അച്ഛൻ പോയി ഒന്ന് സോൾവ് ആക്ക് പ്രശ്നം. ഞാൻ പോയി പറയാം. അച്ഛൻ പോയി പറയുമ്പം ശരിയാവും. പോ. മണിക്കുട്ടി, മണിമോളെ. മണിക്കുട്ടി, നീ ഇങ്ങനെ കരയല്ലേ മണിക്കുട്ടി? അതെ, ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. രവിയായിട്ട് ഒന്നും പറയണ്ട. എന്നെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും എൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചില്ലേ? എടി, നീ പറയുന്നത് കേക്ക്. ഇതൊക്കെ ആ പിള്ളേര് ചെയ്ത പണിയാണ്. അവര് വന്ന് പറഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണ്, എന്തോ ഞാൻ കലിപ്പനായ ഒരു രവിയാണ് നിനക്ക് ഇഷ്ടമില്ല, അപ്പം നിനക്ക് സന്തോഷമാവെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് എന്നോട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സന്തോഷം ഉണ്ടാവുന്നോ? അതൊന്നും കേട്ടോ ഈ പറയണത്. അമ്മ സോറി അമ്മ, അത് ഞങ്ങള് ചെയ്ത ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിനെ പറ്റിയൊരു പ്രശ്നമാണ്. അമ്മ കലിപ്പന്റെ കാന്താരി ആകാനാണ് അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞു കൊടുത്തത് ഇവളാണ് അമ്മ, ഞാനല്ല. എന്റെ പിള്ളേരെ അതിപ്പോ നിന്റെ അടുത്ത് ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ പറയണല്ലോ അമ്മ, ഇവളുണ്ടായിരുന്നു എന്റെ കൂടെ. പക്ഷെ അമ്മ ഇവളിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. എന്റെ പിള്ളേരെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞത് അച്ഛനെ പിരിയേറ്റനാണോ ഞാൻ പറഞ്ഞതല്ലോ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. മിണ്ടി പോരുത് രണ്ടെണ്ണം. സോറി മണി, ഇവര് വന്ന് പറഞ്ഞപ്പം ഞാൻ നിന്റെ ദേഷ്യപ്പെട്ടു പോയി. സോറി മണി, പോട്ട് മണി. ദേവിയേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ദേവി ചെയ്ത് നിങ്ങൾ മാറില്ലേ, മാറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നത്. അതിലൊരു മാറ്റവും വേണ്ട. നമുക്ക് പഴയ അച്ഛനെ മതി. അതെ മക്കളെ, ഈ കുടുംബ ജീവിതം സന്തോഷമായിട്ട് പോകണമെങ്കിൽ ചിലതൊക്കെ കണ്ടില്ലാന്ന് വെക്കണം, ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണം. അതാണ് ഞാൻ ദേഷ്യപ്പെടാത്തത്. അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരനല്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടി മാറണമെങ്കിൽ ഞാൻ മാറാം. അയ്യോ മാറല്ലേ അച്ഛാ, പ്ലീസ്, കാൽ പിടിക്കാൻ ഇങ്ങനെയൊക്കെ തന്നെ മതി.
ഞങ്ങൾക്ക് പഴയ അച്ഛനെ മതി. രവിയേട്ടൻ മാറണ്ട, ഇത് മതി. അയ്യോ, മൈ സ്വീറ്റ്.